സുന്ദരി പശുവിടെ കൂട്ടി ആ ഫോറസ്റ്റോട്ട് ഇങ്ങനെ കൊണ്ടുപോയി പുല്ല് തെപ്പിക്കാൻ പോവായിരുന്നു. എല്ലാ ദിവസം ആ സുന്ദരി ഒരു മാനനെ കാണുമായിരുന്നു. എല്ലാ ദിവസവും മാനനെ കാണുമായിരുന്നു. കൊള്ള ദിവസം ഇങ്ങനെ സാപ്പാച്ച് കൊള്ള ദിവസം ഈ മാൻ കഴിഞ്ഞ് ഫോറസ്റ്റോട്ട് വാ അവിടെ ആള് കണ്ടോ ചെയ്യൂല. ഈ അപ്പുക്കുട്ടനെ പോലെ ആളെ കണ്ടല്ലോ ചെയ്യൂല. അവിടെ നല്ല പുല്ലുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. നീ അങ്ങോട്ട് വാ. അങ്ങനെ കൊല്ല നേരം കഴിഞ്ഞ എല്ലാ ദിവസവും അങ്ങനെ ഈ സുന്ദരി പശുക്ക് കൊടി വിട്ടു. കൊടിയായി. അപ്പോഴത്തേനും അങ്ങനെ ഒരു ദിവസം മാനന്റെ കൂടെ ആള് കാണാണ്ട് ഈ സുന്ദരി പശു പോയി മാനന്റെ കൂടെ. പോലീസിൽ ചെന്നപ്പോ നല്ല ആള് കണ്ടല്ലോ ചെയ്യാതെ നല്ല ഭക്ഷണവും നല്ല പുല്ലും അങ്ങനെ അവൻ ഉള്ളിലോട്ട് തുള്ളിച്ചാടി. അവൻ ഉള്ളിലോട്ട് അങ്ങ് കേറിപ്പോയപ്പോ എന്തോ ഒച്ച, വലിയ ഒച്ച. എല്ലാ ആനിമൽസും ഓടുന്ന ഓട്ടം. ഈ സുന്ദരി പശു ഓടുന്ന ഓട്ടം. മാനന്റെ അടുത്തോട്ട് വന്ന് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്താ വരുന്നേന്ന് ചോദിച്ചപ്പോ ഈ മാൻ പറഞ്ഞു, ഇവിടുത്തെ സിമ്മലാര് വെള്ളം നമ്മളെല്ലാം കടിച്ച് തിന്നും, ഓടിക്കോണ് സുന്ദരി ഓടിക്കോണ്. അങ്ങനെ സുന്ദരി വലിച്ച് കാട്ടിന്റെ ഫോറസ്റ്റോട്ടിന്റെ പുറത്തോട്ട് അങ്ങ് ഓടിച്ചെന്ന് അപ്പുച്ചേട്ടന് മടിയിലോട്ട് ഇങ്ങനെ കിടന്നു. നമ്മുടെ അപ്പുച്ചേട്ടായി സംഘപെട്ട് കൊലഞ്ഞു സംഘട്ടിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവേനെ. ഈ മാൻ വന്ന് ഈ സുന്ദര പശു വന്ന് മടിയിലോട്ട് ഇങ്ങനെ കിടന്നപ്പോ ഇല്ല, ഈ അപ്പുച്ചേട്ടൻ ഭയങ്കര സന്തോഷായി. അപ്പുച്ചേട്ടയെ ആ സുന്ദര പശുവിനെ പിടിച്ചോണ്ട് പോയി വീട്ടിലോട്ട് ഇട്ടു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ബൈബിളിൽ എന്ത് വെച്ചിട്ടുണ്ട്? സുഭാഷിതങ്ങൾ 22 ഭക്ഷണക്കായിട്ട് കൊടി വെക്കരുത്, മറ്റുള്ളവരുടെ അടി നിന്ന് ചടിക്കും, മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ കൊടി വെക്കരുത്. ഈ മാനിന്റെ ഭക്ഷണക്കായിട്ട് കൊടി ആയോണ്ടല്ലേ ഈ സുന്ദര പശു പോയിട്ട് അപ്പോൾ നല്ല ചടി കിട്ടി അല്ലേ? അതുകൊണ്ട് ആളും ഭക്ഷണമായിട്ട് കൊടുവെക്കരുത്. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടത് please subscribe my channel and support my channel and share my video. Thank you.